ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സാക്കിയ. ഒരു അടിപൊളി ഡെസ്ക് മേക്ക് ഓവർ ആയിട്ടാണ് കേട്ടോ. ഇവിടെ നല്ല മഴയാണ് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇത് കുറച്ച് എസ്തിക്കാക്കി കുറച്ച് മണി പ്ലാന്റ്, കുറച്ചല്ല ഒരു മണി പ്ലാന്റ് ഹിബിസ്കസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം വേറൊരു ഫ്ലവർ ആയിരിക്കും കേട്ടോ. ഈ ഫ്ലവർ നാളെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ നാളെ ഏറ്റവും കൂടുതലുള്ള ഫ്ലവർ ഇന്ന് കിട്ടിയത് ഹിബിസ്കസ് ആണ്. നാളെ വേറെ വല്ല പൂവും കിട്ടുവാണെങ്കിൽ അതെടുത്ത് വെക്കും, അല്ലെങ്കിൽ ആ ജാറും കൂടെ ആ കുപ്പിയും കൂടെ മാറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പെൻസിലും പേനയൊക്കെ എടുത്തതിൻ്റെ പൗച്ചിൽ കൊണ്ടിടാം ഗൈസ്. ഈ പൗച്ച് പിടിച്ചത് 4th-ലോ 5th-ലോ കൊണ്ട് ഞാൻ പഠിക്കുമ്പോഴാണ്. പക്ഷെ ഉപയോഗിച്ചത് 6ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ് ജസ്റ്റ് ഒന്ന് സ്കൂളിൽ കൊണ്ടുപോയി 6 ദിവസം തന്നെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ പൂട്ടി വെച്ചു. പിന്നെ ഞാൻ അടുത്ത വർഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ നല്ല എനിക്ക് ആ ചാറ് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്തോ ഹോർലിക്സിൻ്റെ ആയിരുന്നു ആ ഒരു ചാറ്. ഇത് ഞാൻ കുപ്പി കട്ട് ചെയ്തെടുത്തതാണ്. എനിക്കൊരു വേറൊരു കിട്ടിയില്ല ഒരു ചാറ്. എനിക്ക് ഈ ട്രാൻസ്പാരൻ്റ് പോലത്തെ ചില്ലുകുപ്പിയില്ലേ, അപ്പുറത്ത് മറ്റേ അറിയാമല്ലോ, ആ ചില്ലുകുപ്പി ഒരെണ്ണം ഉണ്ടായിരുന്നു. കാണുന്നില്ല ഗൈസ്, അങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റില്ല. 2 പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ സ്കെച്ച് ഇട്ട് വെച്ചൊരു ബോക്സ് ഉണ്ട്. പിന്നെ ഈ ഒരു പെട്ടി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസാണ്. കണ്ടോ, ഈ ഫ്ലവർ, ഈ കളർ പേന, അതൊക്കെ പോലെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഹെഡ്സെറ്റും ഉണ്ട് കൂടെ. അതാണ് എല്ലായിടത്തും വയറ് പോലെ കിടക്കുന്നത്. ഇപ്പോൾ ഈ വാഷി ടേപ്പ് ഗൈസ് എവിടേക്കോ പോയി കിടക്കുകയാണ്. ഇത് ജേണൽ കിറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ജേണൽ കിറ്റിൻ്റെ മെയിനായിട്ടുള്ളൊരു വേറൊരു ഷോട്ട് ഞാൻ ഇടുന്നതായിരിക്കും, എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കാണിച്ച്. പിന്നെ സ്പ്രേ ആണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഏതൊരു ടേബിളാണ്, കണ്ണാടി ക്ലീനാക്കുന്നതാണ് ശരിക്കും. കാറിലെയും ഈ നമുക്ക് വീട്ടിലെ കണ്ണാടി ക്ലീനാക്കാം കേട്ടോ. പിന്നെ ഡെസ്കിലങ്ങോട്ട് തുടച്ച് പിന്നെ പൊന്നോ നല്ല രസമുണ്ട് കേട്ടോ. ഗ്ലോസി ഫിനിഷൊക്കെ പോലെ ഉണ്ട്. പക്ഷേ ഉണങ്ങി ആ ഒരു ഗ്ലോസി ഫിനിഷ് കാണൂല. പിന്നെ ടിഷ്യൂവിൽ തന്നെ നല്ല അഴുക്കുണ്ടായിരുന്നു. എനിക്കത് കാണിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ കാണിക്കാത്തതായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ട തലകറിഞ്ഞ് വീഴും. ഞാൻ തന്നെ തലകറിഞ്ഞ് വീണ പോലെയായിരുന്നു. നല്ലൊരു ബ്രൗൺ കളറായിരുന്നു കേട്ടോ ആ ടിഷ്യൂ പേപ്പർ. നമുക്ക് കാണാനേ പറ്റിയല്ല ആ ടിഷ്യൂ പേപ്പറിന്. ഇപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഗ്ലോസി ഫിനിഷ് എല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഒരു ഓൾഡായിട്ടുള്ള ടർക്കി എടുത്തിട്ടുണ്ട്. അത് ചീത്ത തുണി. നല്ല തുണിയൊന്നും എടുത്ത് തൂക്കരുത് കേട്ടോ. അമ്മയുടെ നല്ല കിട്ടും. ഞാനൊക്കെ പണ്ട് നല്ല തുണി എടുത്ത് തൂക്കും നമ്മുടെ ടേബിൾ പഠിക്കുന്ന. എന്നിട്ട് ആരും അറിയാത്ത പോലെ അവിടെ തന്നെ മടക്കി അങ്ങോട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം താഴത്തല്ലേ വെച്ചത്. ഇപ്പോൾ ഞാൻ എല്ലാം മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എനിക്ക് ബിഗ്ഗസിനാണ് കൂടുതലിഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജൻകുക്കാണ് കേട്ടോ. ജൻകുക്ക് എല്ലാവരും ഇഷ്ടമാണ്. പൊടിക്ക് ഇഷ്ടമുള്ള ജൻകുക്കിനാണ്. എന്താ പറയുക, ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. ഇത് കൊള്ളുന്നില്ല, ഇങ്ങനെ പൊന്തി വന്നു. അപ്പം ഞാൻ കൂടെ ടേപ്പ് ഒട്ടിച്ച് വെച്ചതാണ്. കണ്ടോ, ജാറിലൊക്കെ ആക്കിയിട്ടുണ്ട് മണി പ്ലാന്റ്. പിന്നെ ഈ സൈഡിലായിരിക്കും നമ്മൾ ബുക്കൊക്കെ വെക്കുന്നത് സ്കൂൾ തുറക്കുമ്പോൾ. ഇവിടെ ഇപ്പോൾ ചാർജ് ചെയ്യാൻ വീട്ടിലൊരു സ്ഥലം പോലെയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കി ഒതുക്കി പെരക്കി അങ്ങോട്ട് വെക്കുക, അത്രേ ഉള്ളൂ. ആ ലൈറ്റ് എമർജൻസി വരുമ്പോൾ മാത്രമാണ്, അതായത് ഈ കറണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് പവർ ബാങ്ക് ഇട്ടെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. നിങ്ങളൊരു ബ്ലൂ ലൈറ്റ് കാണുന്നില്ലേ, അത് കേട്ടോ തൂക്കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാനൽ കിറ്റ്. ഇനിയൊരു മെയിൻ വീഡിയോ അല്ല, ഒരു ഷോട്ട് ഞാൻ ഇടുന്നതായിരിക്കും എന്തൊക്കെ ഉണ്ടെന്ന്. എല്ലാവരും പർപ്പിൾ മേടിച്ച് ബോറടിച്ചില്ല. ഇതാണ് ഞാൻ ഒരു വെറൈറ്റിക്ക് ബ്ലൂ മേടിച്ചു. ആരുടെയിൽ അങ്ങനെ ബ്ലൂ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാർ മേടിച്ചത്. അപ്പോൾ അവൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞു ബ്ലൂ, അതുകൊണ്ട് കൂടിയാണ് ഞാൻ അത് മേടിച്ചത്. നല്ല സ്റ്റിക്കർ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്റ്റിക്കറൊക്കെയാണ്. ബട്ടർഫ്ലൈ തീമിലാണ് കേട്ടോ, ബട്ടർഫ്ലൈ. അപ്പോൾ മണി പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് എസ്തെറ്റിക്കാക്കി. പിന്നെ ഹിബിസ്കസ് ഫ്ലവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് താഴത്തൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു വലിപ്പ് പോലത്തെ.
അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, താഴെയുള്ളത് വാപ്പിയുടെയാണ്. ഈ രണ്ടും വാപ്പിയുടെ ആയിരുന്നു. ഞാൻ ഒരു മേളത്തെ അതും കൊണ്ട് ഇസ്കിയതാണ് വാപ്പിയോട് ചോദിച്ചിട്ട്. അതെല്ലാം വാപ്പി കുത്തി ഇറച്ചിട്ടേക്കായിരുന്നു രണ്ടും. ആ ഒരെണ്ണത്തിലുള്ള എല്ലാം താഴോട്ട് കൊണ്ട് കുത്തി ഇറച്ചിട്ടുണ്ടാവും. പൊന്നോ, എപ്പോൾ വീഴുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ആണ് വെച്ചായിരുന്നു കേട്ടോ ഇതാക്കി വെച്ചേക്കുന്ന. ഇത് പെട്ടെന്ന് പോരും. അപ്പോൾ റായും എല്ലാം കൂടി മെസ്സായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ മെസ്സപ്പൊക്കെ ഒന്ന് മാറ്റി നല്ല കുട്ടപ്പനാക്കി ഒതുക്കി അങ്ങോട്ട് വെക്കണം കേട്ടോ. ഈ എപ്പോഴോന്നറിയില്ല, നേരത്തെ കണ്ട് ഈ വീഡിയോ കട്ടായിപ്പോയി. എങ്ങനെയെന്നറിയാമോ, സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോഴത്തേക്ക് ബാങ്ക് വിളിച്ച്. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഈ വീഡിയോ രണ്ടാമതും കൂടി എടുത്തിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു കട്ടും കൂടിയാണിത്. അപ്പോൾ എന്താണ് ഷോക്ക് അടപ്പുണ്ട്. എനിക്ക് എന്താ ആരോ തന്നതാണ്, എനിക്കറിയാൻ പാടില്ല. ഏതൊരു ചേച്ചി എന്നാണ് കൈസ് അടുത്തുള്ള. അപ്പോൾ ഒരു പെയിൻറ്റ് കിടപ്പുണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ള മെലഡി ഉണ്ട് ഗൈസ്. ഇതെനിക്ക് ഗിഫ്റ്റിൽ എന്തോ ക്രിസ്മസ് ഫ്രണ്ടിൽ എന്തോ ഒരു സാധനമായിരുന്നു. ഇത് ഞാൻ അങ്ങോട്ട് പറിച്ചെടുത്തതാണ്. പിന്നെ 2 ചോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് സ്കെയിലുണ്ട്. ഇതാണ് ആ ഒരു നല്ല കമ്പാർട്ട്മെൻറ്റാണ്. ഈ ഒരു ബോക്സ് നമുക്ക് അപ്പുറത്തെ എല്ലായിടത്തും കൂടി തുറക്കാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മളെല്ലാം കൂടി ഒതുക്കി വെച്ചത് കേട്ടോ. ഗ്ലൂ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് സ്റ്റിക്കറാണ്, പള്ളിയിൽ കൊടുത്തായിരുന്നപ്പോഴേ മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. ഡെസ്ക് ഇഷ്ടമായി.